ശ്രീജിത്ത് പണിക്കർ, എന്തായാലും സർക്കാർ ഇവിടെ പറയുന്നത് പോലെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന ഇരകളുണ്ടെങ്കിൽ മാത്രമേ ഈ വാദഗതികൾക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ടാണ് തങ്ങൾ മുന്നോട്ട് പോകാത്തത് എന്നാണ് ഹൈക്കോടതി സുപ്രധാനമായ നിരീക്ഷണം ഇന്ന് നടത്തിയിട്ടുണ്ട്. ക്രിമിനൽ കുറ്റമാണെന്ന് തെളിഞ്ഞിട്ടില്ലേ, ബലാത്സംഗമടക്കം ലൈംഗിക ചൂഷണമടക്കമുള്ള കുഗ്നൈസബിൾ ഒഫൻസുകളാണെന്ന് തെളിഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാണ് സർക്കാർ തുടർ നടപടിക്ക് മടിക്കുന്നത്? എന്തായാലും സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നുള്ളതും നേരത്തെ അഡ്വക്കേറ്റിനോട് അഭിഭാഷകനായ ശേഖറിനോട് ചോദിച്ചതുപോലെ തന്നെയാണ് ഈ കമ്മീഷന്റെ അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ ഏത് എക്സ്റ്റെന്റ് വരെ പോകുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന് ഒരുപക്ഷെ സിനിമാക്കാരെയും സിനിമാ മേഖലയെയും തിരിച്ച് സിനിമക്കാർക്കും സിനിമാ മേഖലയ്ക്കും സർക്കാരിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. സിനിമാ മേഖലയും സിനിമാക്കാരെയും സർക്കാരിന്റെ പല പദ്ധതികളുമായിട്ട് സഹകരിപ്പിക്കാറുണ്ട്. അതിന് ഗ്ലാമർ വരുത്തുന്നതിന് വേണ്ടി അതിന്റെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഒക്കെ തന്നെ ചെയ്യാറുണ്ട്. ഒരുപക്ഷെ മറ്റൊരു മേഖലയിലും ഇല്ലാത്ത രീതിയിലത്തേക്ക് നമുക്ക് കാണാം ഈ സിനിമ അവാർഡ് സർക്കാർ കൊടുക്കുന്നത് പോലും അതിന്റെ ആ ഒരു പോമ്പും അതിന്റെ ഒരു റിച്ച്നെസ്സും ഒക്കെ എത്രത്തോളമാണ് എന്നുള്ളതെല്ലാം തന്നെ നമുക്കറിയാം. അപ്പൊ നേരത്തെ ഹോം സിനിമയ്ക്ക് പറ്റിയതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, ഇങ്ങനെ ശരിക്കും ഒരു 15 അംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അതിലിവിടെയുള്ള പ്രധാനപ്പെട്ട നടന്മാരും സംവിധായകരും എല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ ശുഷ്കമായിട്ടുള്ള അവാർഡ് നിശകളൊക്കെ തന്നെയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇൻഡസ്ട്രി എന്ന രീതിയിൽ തന്നെ വലിയ പ്രശ്നങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ എങ്ങനെ പോകുമെന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇതിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം തന്നെ പുറത്ത് നമ്മൾ കൊണ്ടുവരുന്നു. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ വേതനത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുന്നത് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ ലൈംഗികമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതിലെല്ലാ ആൾക്കാരും പരസ്യമായിട്ട് ഇത് പറയുന്നില്ല. ശരി, ഇത് പറഞ്ഞ ആൾക്കാരുണ്ട്. ഏതൊക്കെ ആൾക്കാരെ പറ്റിയാണ് ഞങ്ങൾക്ക് പ്രശ്നമുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണുള്ളത്? ഇവിടെ പബ്ലിക് ഡൊമൈനിൽ മാത്രമുള്ള ഒരു ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ, മലയാള സിനിമയിലെ ഒരു നടി വളരെ പരസ്യമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. സിനിമാ സെറ്റിൽ വെച്ച് ഒരു നടൻ വന്ന് തന്റെ മുറിയുടെ ഡോറിൽ കൊട്ടുന്നു. അവർ പറഞ്ഞതാണ്, ഒരു വീഡിയോയിൽ അവർ പറഞ്ഞതാണ്, ഒരു മാധ്യമത്തിൽ നൽകിയിരുന്ന അഭിമുഖത്തിൽ ഞാനത് കണ്ടതുമാണ്. അതിനുശേഷം പറയുന്നു, അവരുടെ മുറിയിൽ പ്രവേശിച്ചതിന് ശേഷം അവർ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് അവർ എണീക്കാൻ തുടങ്ങുമ്പോൾ പിടിച്ചവരെ കട്ടിലിൽ കിടത്തിയതിനു ശേഷം ഒപ്പം കിടക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ആരോപണം. അത് ആ സിനിമയുടെ സംവിധായകൻ പോലും ഈ രീതിയിൽ മോശമായ പെരുമാറ്റങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ശരിവെച്ചു. അത് പരസ്യമായിട്ട് പുറത്തു വരുന്നു. ആ നടന്റെ പേര് പറയുന്നു. നടന്റെ പേര് അലൻസിയർ ലേ ലോപ്പസ് എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് പുറത്തു വരുന്നു. അത് വരുന്ന സമയത്ത് നമുക്കറിയാം WCC ഒക്കെ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവസാനം എന്ത് ചെയ്തു? ഇത് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, തനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് ഈ അലൻസിയർ എന്ന നടൻ ആ കുറ്റസമ്മതം നടത്തി. അദ്ദേഹം പറയുന്നത് എന്താണ്? താനൊരു വിശുദ്ധനല്ല, തെറ്റുകൾ പറ്റുന്ന സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യരാണ്, തന്റെ തെറ്റിന് ക്ഷമ ചോദിക്കുന്നു. അത് അനുഭവിച്ച വ്യക്തിയോട് മാത്രമല്ല, തന്റെ പ്രവൃത്തി മൂലം മുറിവേറ്റ എല്ലാ സഹപ്രവർത്തകരോടും ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ആരോപണം ശരിയാണ് എന്ന് വന്നിരിക്കുകയാണ്. അത് വന്നതിന് ശേഷം പിന്നീടുണ്ടായ തീരുമാനം എന്താണ്? WCC അന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു. WCC ആ പോസ്റ്റിൽ പറയുന്നത് തന്നെ, അലൻസിയറിന്റെ ഈ മാപ്പപേക്ഷ മുറിവുണക്കലിന്റെ ചെറിയൊരു ആംഗ്യപ്രകടനമായി ഞങ്ങൾ വിലയിരുത്തുന്നു. അത്തരം അപമാനകരമായ പെരുമാറ്റങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ പ്രധാനമാണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ അതിനുശേഷം പിന്നീട് മാപ്പ് പറച്ചിൽ എന്ന് പറയുന്നത് തന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായിട്ടുള്ള ഒരു അപ്രോച്ചിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന ഒരു തിരിച്ചറിവാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അതേ നടൻ തന്നെ കഴിഞ്ഞ വർഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വീണ്ടും ഇതേപോലെയുള്ള സെക്സിസ്റ്റ് റിമാർക്കുകളൊക്കെ പറഞ്ഞു. ആ സെക്സിസ്റ്റ് റിമാർക്കുകൾ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിനെ പറ്റി പിന്നെ നമ്മുടെ WCC തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മാപ്പപേക്ഷ പറയുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇത്തരം സെക്സിസ്റ്റ് പ്രസ്താവനകൾ ആദ്യമായല്ല അലൻസിയറിൽ നിന്നുണ്ടാകുന്നത് എന്നതുകൊണ്ട് തന്നെ സിനിമാ പ്രവർത്തകരുടെ ഇത്തരം വാക്കുകളെയും പ്രവൃത്തികളെയും സിനിമാ മേഖല കൂടുതൽ ഗൗരവതരമായി കണ്ട് ചെറുക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പൊ ഇത് വളരെ സീരിയസ് ആണ്. കാരണം അദ്ദേഹം വീണ്ടും ഒരു ഒഫൻസ് ചെയ്തിരിക്കുന്നു. അത് കൂടുതൽ ഗൗരവമായിട്ട് നമ്മൾ അതിനെപ്പറ്റി കാണണം, ചെറുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അലൻസിയർ എന്താണ് പറഞ്ഞത്? ഞാൻ എന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു, അത് തിരുത്തേണ്ടുന്ന കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. നമ്മൾ ഇന്ന് WCCയുടെ മുഖമായിട്ട് പത്രസമ്മേളനങ്ങളിലാണെങ്കിലും TV ചാനലുകളിലും ഒക്കെ കാണുന്ന നടിയാരാണ്? പാർവതി തിരുവോത്താണ്. ഞാനിപ്പോൾ ഈ അടുത്തിടെ കണ്ടിരിക്കുന്ന ഉള്ളൊഴുക്ക് എന്ന സിനിമയിൽ അലൻസിയറും പാർവതി തിരുവോത്തും ഒക്കെ തന്നെ ഒന്നിച്ചാണ് അഭിനയിക്കുന്നത്. അപ്പൊ പിന്നെ തിരുത്താൻ തയ്യാറാവാത്ത ഒരു കുറ്റം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വീണ്ടും ആവർത്തിച്ചിരിക്കുന്ന, ഇദ്ദേഹത്തിന്റെ കുറ്റം ഗൗരവതരമാണ് എന്നും അതിനെ ചെറുക്കേണ്ടതുണ്ട് എന്നും പറയുന്ന ഇതിന്റെ ഫേസായിട്ട് നിൽക്കുന്ന ആൾക്കാർ വളരെ നോൺ ആയിട്ടുള്ള ഇഷ്യൂകളിൽ എടുക്കുന്ന നിലപാടുകൾ ഇങ്ങനെയാണ് എങ്കിൽ ഈ 15 പേരുടെ പേര് വന്നതിന് ശേഷം ഈ മലയാള സിനിമയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് സത്യമായിട്ടും എനിക്കറിയില്ല.
ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഏത് രീതിയിലാണ് ചെറുക്കുന്നത്, ഇതിന്റെ ഗൗരവ സ്വഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത് WCC പരസ്യമായിട്ടിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ്. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് നേരിട്ടോ കളക്റ്റീവിലെ അംഗങ്ങളോ കുറ്റാരോപിതനും പടവെട്ട് എന്ന സിനിമയുടെ സംവിധായകനുമായ ലിജു കൃഷ്ണൻ നടത്തിയ പത്രസമ്മേളനത്തിനോട് ഇതുവരെ ഒരു തരത്തിലുമുള്ള പ്രതികരണങ്ങളും നടത്തിയിരുന്നില്ല. കാരണം സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചതേ ഉള്ളൂ എന്നതുകൊണ്ടും അതിൽ കൂട്ടായി പ്രവർത്തിച്ച നൂറുകണക്കിന് ആളുകളുടെ പരിശ്രമത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നത് കൊണ്ടുമാണ്. എന്ന് വെച്ചാൽ ഒരാള് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടാകുന്നു, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നടത്തുന്നു. അപ്പോൾ ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ ഇതല്ല ഉചിതമായ സമയം എന്ന് അവർ തീരുമാനിച്ചോ? അതായത് ആ സിനിമ അവിടെ തിയേറ്ററിൽ പോകുന്നതേ ഉള്ളൂ, ഇത് മറ്റു പല ആൾക്കാരുടെയും കാര്യമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ഏതാണ്? സ്ത്രീകളുടെ സുരക്ഷയാണോ നിങ്ങളുടെ പ്രയോറിറ്റി? നിങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ആൾക്കാർ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു എന്നുള്ള ആരോപണങ്ങൾ വരുന്നതാണോ നിങ്ങളുടെ പ്രയോറിറ്റി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഇതിൽ പുറത്തു വന്നിരിക്കുന്ന എല്ലാവരും അറിയുന്ന വിഷയങ്ങളിലുള്ള നിങ്ങളുടെ നിലപാടുകൾ ഇതാണ് എങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് ഇതിനെപ്പറ്റി ചെറുക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം, ഈ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി എന്നുള്ള ഒരു സംവിധാനം മാത്രമല്ലല്ലോ, ഇവിടെ പുറത്ത് വളരെ വലിയൊരു ലോകമുണ്ട്. ഇവിടെ സർക്കാരുണ്ട്, സംവിധാനങ്ങളുണ്ട്. മറ്റേതൊരു മേഖലയിലുമുള്ള ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു മോശമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിനും എങ്ങനെയാണോ നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ പറ്റുന്നത്, അതിൽ നിന്ന് സിനിമക്കാരോ നടിമാരോ മറ്റാരും തന്നെ വ്യത്യസ്തരാണെന്ന് ഞാൻ കരുതുന്നില്ല. അവർക്ക് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങൾ വഴി അവർക്ക് പോകാവുന്നതാണ്, അവരുടെ കംപ്ലൈന്റ് അവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിലും ആ പരാതി സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് പറയാനായിട്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ, വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടി അതിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ, പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അക്കൗണ്ടബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ, നേരത്തെ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞതുപോലെ സിനിമാ മേഖലയിലുള്ള എല്ലാ ആൾക്കാരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുക എന്നതിനപ്പുറത്തേക്ക് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയെ ഓണപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറുവിരൽ അനക്കുന്നതിന് വേണ്ടി പോലും ആൾക്കാർ തയ്യാറാകുന്നില്ല. ഇപ്പൊ ഞാൻ ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം ചോദിച്ച് അവസാനിപ്പിക്കാം. 15 പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സിനിമാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർക്കും അല്ലാത്ത ആൾക്കാർക്കും ഒരു 15 പേരെ പറ്റി പറയാൻ കഴിയും അല്ലെ? ഒരു 8-10 പേരുകളെങ്കിലും നമ്മൾ എല്ലാവരും പറയുന്നത് കോമൺ ആയിട്ട് തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്. ഒരു 5 പേരുകളൊക്കെ മറ്റ് പല പേരുകളും ഒക്കെ ആയിട്ടൊക്കെ മാറിപ്പോകാം. ഞാൻ പറഞ്ഞത് ഇത്രയും ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു 10ഓളം ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് വന്നിരുന്നാൽ പിന്നെ അവരുടെ പേരുകൾ പറയുന്നതിന് തുല്യം തന്നെയാണ്. ഇവരെല്ലാവരും തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ പിന്നെ ഇനി ഇവരുടെ അവസരം അങ്ങനെയാണെങ്കിൽ മുടങ്ങില്ലേ? ഇവരെ ഇനി സഹകരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുകയില്ലേ? എന്ന് വെച്ചാൽ ദിസ് ഈസ് ആസ് ഗുഡ് ആസ് ഗിവിംഗ് എ സ്റ്റേറ്റ്മെന്റ് ബിഫോർ ആൻ എൻക്വയറി കമ്മീഷൻ, അല്ലെങ്കിൽ ആസ് ഗുഡ് ആസ് ഗിവിംഗ് എ പബ്ലിക് കംപ്ലൈന്റ്. അങ്ങനെ നിങ്ങൾ അത് ചെയ്യുകയാണ് എങ്കിൽ അതാണ് ഇതിനേക്കാൾ കൂടുതൽ നല്ലത്. കാരണം ഡാമേജ് ഈസ് ഓൾറെഡി ഡൺ. അത് നിങ്ങളുടെ പേരിൽ നിന്നുള്ള ആരോപണത്തിനെ മാറ്റുന്നതിനും സിനിമാ മേഖലയിൽ നല്ല ആൾക്കാരെ നല്ലതാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നതിനും നിങ്ങളുടെ തൊഴിൽ മേഖല ശുചിയായി സൂക്ഷിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാകണമെങ്കിലും അന്വേഷണവുമായിട്ട് സഹകരിക്കുക, മൊഴികൾ കൊടുക്കുക, അതിന് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുക. ഹേമ കമ്മിറ്റിയോട് നിങ്ങൾ ആവശ്യപ്പെട്ടല്ലോ ഞങ്ങൾക്ക് സ്വകാര്യത സംരക്ഷിക്കപ്പെടണം. അതേപോലെ തന്നെ സർക്കാരിനോടും പറയുക, സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ പരാതിയുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം, ഞങ്ങൾ പേര് പറയാൻ തയ്യാറാണ് എന്ന് പറയുകയും രേഖകൾ കൊടുക്കുകയും മറ്റുള്ള ഭാഗത്തെ കേൾക്കുകയും കൂടി ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിലൊരു നാച്ചുറൽ ജസ്റ്റിസ് ഉണ്ടാകൂ എന്നാണ് ഞാൻ കരുതുന്നത്. ആ നാച്ചുറൽ ജസ്റ്റിസിലേക്ക് എത്തിയില്ല എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചെളിവാരി എറിയുന്നതിനും പറയുന്ന പ്രസ്താവനയ്ക്ക് യാതൊരു വിധത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ലാതെയാകുന്നതിനും മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ചും ചില ആൾക്കാരുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്ന് പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ ഗൗരവമായി കണ്ടുകൊണ്ട് ചെറുക്കണമെന്ന് പറഞ്ഞിട്ടും അവരോടൊപ്പം തന്നെ ആൾക്കാരൊക്കെ തന്നെ സിനിമകളിൽ അഭിനയിക്കുന്ന സാഹചര്യമാണ് ഞാനീ പറഞ്ഞത്. അതെ, തീർച്ചയായും സധൈര്യം കുറച്ച് സ്ത്രീകളെങ്കിലും മുന്നോട്ട് വന്നേ മതിയാകുകയുള്ളൂ. എന്തായാലും ചിത്രീകരണ വേളയിലുള്ള ഈ ലൈംഗികതയും ഈ ലൈംഗിക അഭിരുചിയും ഒക്കെ പ്രകടിപ്പിച്ചാണ് ഒടുവിൽ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയപ്പോൾ അതിൻ്റെ ശില്പത്തിൽ പോലും അത്തരമൊരു കമൻറ്റ് പറയേണ്ടുന്ന അപച്യുതിയിലേക്ക് ഒരു കലാകാരൻ എത്തിയത് എന്നുള്ളതും ഈ അവസരത്തിൽ ഓർക്കുകയാണ്.